അമിത്ഷായ്ക്കും ബി ജെ പിക്കും ബി ജെ പിയുടെ നിലപാട് അമിത്ഷാ പറയുന്നതാണോ ഇപ്പൊ ബി ജെ പിയുടെ നിലപാട്? ഞാൻ ചോദിക്കുന്നത് അല്ല, അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് നിലപാട് എന്താന്നുള്ളത്. അത് ഏത് സമിതിയിലാണ് തീരുമാനമാണ്. 75 വയസ്സ് എന്ന കാരണം പറഞ്ഞ് അദ്ദേഹത്തിന് ഗാന്ധിനഗറിൽ സീറ്റ് വരെ കൊടുത്തില്ല. മുരളി മനോഹർ ജോഷിയെ നീക്കി, ആനന്ദിബെൻ പട്ടേലിനെ നീക്കി. അതെന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് ബാധകമാകുന്നില്ല എന്നൊരു തീരുമാനം എടുക്കണമെങ്കിൽ പാർട്ടിയുടെ ഏത് ഘടകം ചേർന്നത്? ഞങ്ങൾ എടുക്കുന്ന തീരുമാനം ഞങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തും, വ്യക്തിപരമായിട്ട് ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സംശയമുണ്ട് ആ കാര്യത്തിൽ. ഏത് പാർലമെന്റ് ഏത് ഘടകത്തിലാണ് അത് പറഞ്ഞത്? അരവിന്ദ് കെജ്രിവാൾ 3 ദിവസം മുമ്പാണ് ഇത് പൊട്ടിച്ചത്. അല്ല, പറഞ്ഞത് ഞാൻ കേൾക്കും. അരവിന്ദ് കെജ്രിവാൾ 3 ദിവസം മുമ്പാണ് കേട്ടത്. ഇന്നലെയാണ് അമിത്ഷാ പറയുന്നത്. ഇതിനിടയിൽ ഏത് മീറ്റിംഗ് ആണ് നടന്നത്? പറയേ, എനിക്ക് അറിയാൻ വേണ്ടിയാണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നികേഷേ, ബി ജെ പിക്ക് തീരുമാനമെടുക്കാനുള്ള സംവിധാനമുണ്ട്. പാർലമെന്റ് ബോർഡ് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സംവിധാനമുണ്ട്. അത് ആലോചിച്ചിട്ടുണ്ടാവും, തീരുമാനം എടുത്തിട്ടുണ്ടാവും. അതിപ്പോൾ കേജ്രിവാൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ നരേന്ദ്രമോദിയെ 5 വർഷം തുടരുന്നല്ല, അതിന് മുമ്പ് തന്നെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് യോഗം ചേർന്ന 2024 നരേന്ദ്രമോദി പാർട്ടിയെ നയിക്കും എന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ നികേഷേ. ഇങ്ങനെ എരിപരി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ ഇതിനകത്ത് ഈ ചർച്ച എവിടെ എത്താൻ പോകുന്നേ? ഇങ്ങനെ എരിപരി കൊണ്ട നിങ്ങൾക്ക് ഇത്ര അസ്വാസ്ഥ്യം നിങ്ങളൊക്കെ ഒരു മാധ്യമം, നിങ്ങൾക്ക് അല്ല നികേഷ്, നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകുമായിരിക്കും, പക്ഷെ നിങ്ങൾ ഇവിടെ ആങ്കർ ചെയ്യുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. 2024 നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ അടുത്ത 5 വർഷം അദ്ദേഹമായിരിക്കും പ്രധാനമന്ത്രി എന്ന്. അതിന് ശേഷമുള്ള കാര്യം അപ്പം ആലോചിക്കാം. അതിനെക്കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടാവേണ്ട കാര്യമില്ല. അത് തീരുമാനിക്കേണ്ട കേജ്രിവാളല്ല. കേജ്രിവാളിൻ്റെ കൂടെ പാർട്ടിയിൽ വന്ന പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെ എത്ര പേര് ഇന്ന് തെരുവിൽ നടക്കുന്നത് ആ പാർട്ടിയിലുണ്ടോ? എത്ര പേരെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്? എത്ര പേരുടെ അപമാനം, എത്ര പേരെ അപമാനിച്ച് അദ്ദേഹം പുറത്താക്കിയിട്ടുണ്ട്? ഒരു സെക്കൻഡ് ഒന്ന് മനസ്സിലൊന്ന് എൽ കെ അദ്വാനിയെ കുറിച്ച് ഓർത്തെ, എന്നിട്ട് അതിന് മറുപടി പറഞ്ഞേ. എൽ കെ അദ്വാനിയെ പോലൊരു നേതാവിനെ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത് കെ വി എസിനെ പോലുള്ള ആളുകൾക്ക് സഹിക്കുന്നത് ആരെയാണോ? അല്ല നികേഷ്, ഒരു കാര്യം മനസ്സിലാക്കണം നികേഷേ. അഡ്വാനിയോട് ബി ജെ പി കാണിച്ചത് തെറ്റാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2004-ലും 2009-ലും അഡ്വാനി ആയിരുന്നില്ലേ ബി ജെ പിയുടെ 2004-ലും ആണ്. പക്ഷേ 2014 പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തി കാണിച്ചില്ലെങ്കിൽ തന്നെ രാഷ്ട്രപതി ഭവൻ അവിടെ ഒഴിഞ്ഞിടക്കുന്നുണ്ടായിരുന്നല്ലോ. അവിടെ അദ്വാനി ഒഴിവാക്കാൻ വേണ്ടിയിട്ടില്ലേ രാംനാഥ് കോവിന്ദിനെയും ഇപ്പൊ മുർമുവിനെയും ഒക്കെ കൊണ്ടുവന്നത്? കെ വി എസിന് അറിയുന്ന കാര്യമല്ലേ ഇതൊക്കെ? അതൊക്കെ നികേഷിന്റെ വേർഷൻ. 2004-ലും 2009-ലും അഡ്വാനിജി ഞങ്ങളുടെ നേതാവായിരുന്നു. അദ്ദേഹമാണ് പാർട്ടിയെ നയിച്ചത് തെരഞ്ഞെടുപ്പിൽ. 2009-ലും തോറ്റു. 2014 ഒരു പുതിയ ലീഡർഷിപ്പ് വേണമെന്ന് പാർട്ടി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കാൻ നെഹ്റുവിന്റെ കുടുംബം പോലെയല്ല അല്ലെന്ന്. പക്ഷേ എന്തുകൊണ്ട് 75 വയസ്സ് മാനദണ്ഡം വെച്ച് നിങ്ങൾ അദ്ദേഹത്തെ പാർട്ടി തലത്തിൽ നിന്ന് ഒഴിവാക്കി? മാർഗനിർദ്ദേശ മണ്ഡലം എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ടാക്കി, അത് യോഗം ചേരാതെ കുടിയിരുത്തി. പിന്നെ എന്തുകൊണ്ട് പാർലമെന്റിൽ മത്സരിക്കാൻ അനുവദിച്ചില്ല? എന്തുകൊണ്ട് രാഷ്ട്രപതി ഭവൻ നൽകിയില്ല? അതൊന്നും നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയല്ല. ഞങ്ങൾ തീരുമാനമെടുത്തു. ഞങ്ങളുടെ തീരുമാനം അനുസരിച്ച് അദ്ദേഹത്തിന് ഒരു പരമോന്നതമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിനും ബോധ്യമുണ്ട്, മുരളി മനോഹർ ജോഷിക്കും ബോധ്യമുണ്ട്. അദ്വാനിയുടെ ആയിക്കോട്ടെ, നിങ്ങൾ ഇനി ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്വാനിക്ക് അറിയാം.
അത് അഡ്വാനിക്ക് അറിയാം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് നമ്മളെല്ലാം അറിയേണ്ട കാര്യമല്ലേ? അദ്വാനിയും മോദിയും മാത്രം അറിഞ്ഞാൽ മതിയോ? ഈ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന പദവിയിൽ അദ്ദേഹം ഉണ്ട്, അഡ്വാനിയുണ്ട്. ഏതാണ് മാർഗനിർദ്ദേശ മണ്ഡലല്ലേ? അറിയേണ്ട കാര്യങ്ങൾ, അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തെ മാർഗനിർദ്ദേശ മണ്ഡൽ തന്നെ. അതെപ്പോഴാ? 10 വർഷം മുമ്പുണ്ടാക്കിയ കമ്മിറ്റിയാണ്. കാര്യങ്ങൾ 10 വർഷം മുമ്പുണ്ടാക്കിയ കമ്മിറ്റി യോഗം, ഒരു തവണ യോഗം ചേർന്ന ഡേറ്റ് KVS ഇപ്പൊ പറയും. എല്ലാ യോഗ അല്ലാന്ന്, ഇത് കൺസൾട്ടേഷൻ ഉണ്ട്. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത തർക്കത്തിന് പോകുന്നേ? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലാഞ്ഞിട്ടാണ്. നിങ്ങൾ ഈ BJP വിരുദ്ധ നറേറ്റീവ് ഉണ്ടാക്കാൻ, ഇന്ന് പൂർത്തിയാക്കട്ടെ ഞാൻ, BJP വിരുദ്ധ നറേറ്റീവ് ഉണ്ടാക്കാൻ നിങ്ങൾ കുറെ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ജൂൺ 4-ാം തീയതി നമുക്ക് കാണണം ഇവിടെ ഈ നറേറ്റീവ് ഉണ്ടാക്കിയതിന് ശേഷം. ശരി. Debate with MV Nikesh Kumar.